ടിക്കറ്റ് കിട്ടാണ്ട് ഞാനിങ്ങനെ വലഞ്ഞ് നിൽക്കുകയാണ്. ജോർജ് കുട്ടിയെ പോലെ ഇരുന്നിട്ട് വരെ ടിക്കറ്റ് കിട്ടിയില്ല. 3 മണിക്ക് ഞാനിവിടെ വന്ന് നിൽക്കുന്ന ടിക്കറ്റ് വേണ്ടി പലരോടും ചോദിച്ചു. അവൻ പറയാണ് പാറേപ്പള്ളി ധ്യാനത്തിന് പോയിട്ട് വരുമ്പോൾ ടിക്കറ്റ് ചെയ്താണ്. അതൊരു വർഷം എടുക്കൂലേ? വീണ്ടും ദൃശ്യം 4 വരും. സങ്കടമുണ്ട്. ജോർജ് കുട്ടിയായിട്ട് വന്ന് വെറുതെ കഴിയുമ്പോൾ സങ്കടമുണ്ട്. അടിപൊളി സസ്പെൻസ് ത്രില്ലർ 4 ഉണ്ട്. ദൃശ്യം 4. അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. ആസ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ദൃശ്യം 1, 2 നമ്മളെല്ലാവരും കണ്ടതാ. അതുപോലെ തന്നെ അതിനേക്കാളും അടിപൊളി മികച്ച രീതിയിൽ തന്നെയാണ് ദൃശ്യം 3 എടുത്തേക്കുന്നത്. എല്ലാവരും മസ്റ്റ് വാച്ചാണ്. എനിക്ക് ഒരു പ്രാവശ്യം കാണാൻ തോന്നുന്നുണ്ട്. ഞെട്ടിക്കലുണ്ട്. ഫുൾ ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് ത്രില്ലറിലാണ് നിർത്തണതും സെക്കൻഡ് ഹാഫ് ഫുള്ളോട് ട്വിസ്റ്റാണ്. മേബി വന്നേക്കാം. ഞാനും പ്രതീക്ഷിച്ചായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലായി പോകും. ഹാർട്ട് ടച്ചിങ് ആണ് എല്ലാ സീൻസും. നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കാണാം. ഫാമിലി പ്ലസ് ഫുൾ ത്രില്ലർ ഒരു മൂവി. പോലീസിനെ ഒരു കൊട്ടുകൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഇതിലുണ്ട്. പോലീസിനെ തന്നെയാണ് ഈ സിനിമയിലെ എല്ലാ പാർട്ടിയും പോലീസിൻ്റെ ഒരു വില്ലൻ കഥാപാത്രങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു പോലീസുകാരന് ഇത് അങ്ങനെ തോന്നില്ല. കാരണം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് അവർ നീതി നടപ്പാക്കുക, സത്യം തെളിയിക്കാൻ വേണ്ടി മാത്രമേ പോലീസുകാർ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം ചില സമയത്തൊക്കെ അവരെ മണ്ടന്മാരായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് പാർട്ട് 1 സഹദേവ മണ്ടനായി പോയി, പാർട്ട് 2 നമ്മുടെ മുരളി ഗോപി ചെയ്ത ക്യാരക്ടർ ഒരു മണ്ടനെ പോലെ ആയിപ്പോയി. അപ്പോൾ 3 വരുമ്പോൾ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ പോലീസിന് കിട്ടണം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ അത്ര ഇമ്പാക്റ്റോട് കൂടി അത്ര കാണിച്ചിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ഭാഗം 3rd പാർട്ടിൽ അത്ര എഫക്റ്റീവായിട്ട് ഇതിനകത്ത് വന്നിട്ടില്ല. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയത്. ദൃശ്യം 3 റിവ്യൂ. 3ാം വരവിലും വാക്കുപാലിച്ച് ആ 4ാം ക്ലാസ്സുകാരൻ. മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ചിത്രമാണ് മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ദൃശ്യം. 2013 മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുകയും മലയാളത്തിലെ ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ പരമ്പരാഗതമായ വാർപ്പ് മാതൃകകളെ പൊളിച്ചെഴുതുകയും ചെയ്ത ദൃശ്യം ഇന്നും ആഘോഷിക്കപ്പെടാൻ ഒറ്റ കാരണമേയുള്ളൂ: സിനിമയുടെ പഴുതടച്ച മേക്കിംഗ്. അതുകൊണ്ടുതന്നെ ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ 3ാം ഭാഗവുമായി മോഹൻലാലും ജീത്തു ജോസഫും എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കും മുൻവിധികൾക്കും കുറവുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നതിനുള്ള തെളിവാണ് ദൃശ്യം 3ക്ക് ഉണ്ടായ പ്രീ സെയിൽ കണക്കുകൾ. 35 കോടി അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ മാത്രം ചിത്രം സ്വന്തമാക്കി എന്ന് പറയുന്നത് തന്നെയാണ് മോഹൻലാൽ എന്ന താരത്തിന്റെ ഉന്നതിയെ പ്രതിഫലിപ്പിക്കുന്നത്. റിലീസിന് മുൻപുണ്ടായ എല്ലാ പ്രീ റിലീസ് ഹൈപ്പുകളെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമാനുഭവമാണ് ദൃശ്യം 3. സിനിമ തുടങ്ങി ആദ്യ നിമിഷം മുതൽ പ്രേക്ഷകനും ജോർജ് കുട്ടിക്കും കുടുംബത്തിനുമൊപ്പം സഞ്ചരിക്കും. ജോർജ് കുട്ടിയുടെ സങ്കടവും ഭയവും പ്രേക്ഷകന്റേതു കൂടിയാണ്. ജോർജ് കുട്ടിയുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന ചിന്ത പ്രേക്ഷകനിൽ സൃഷ്ടിച്ചെടുക്കാൻ സംവിധായകന് സാധിച്ചു എന്നതാണ് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയ വിജയം. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, ഗീതാ പ്രഭാകരന് നീതി ലഭിക്കണമെന്നും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ താൻ അവരുടെ കൂടിയാണെന്നും. അത്തരത്തിൽ ഓരോ കഥാപാത്രത്തിന്റെയും വൈകാരിക തലത്തിലൂടെയാണ് ദൃശ്യം 3 സഞ്ചരിക്കുന്നത്.
ദൃശ്യം 2 എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് ദൃശ്യം 3 തുടങ്ങുന്നത്. സാമ്പത്തികപരമായി ജോർജ് കുട്ടിയും കുടുംബവും ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അയാൾ ഇന്നൊരു സിനിമാ നിർമ്മാതാവ് കൂടിയാണ്. ആദ്യ സിനിമയുടെ വിജയം അയാളെ ഭ്രമിപ്പിക്കുന്നില്ല. അയാൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കൂടി സാധിക്കുന്നില്ല. ഭൂതകാലം അയാളിലെ സന്തോഷത്തെയും സമാധാനത്തെയും വേട്ടയാടാൻ തന്നെ തുനിഞ്ഞിറങ്ങിയതാണ് എന്നത് തന്നെയാണ് ദൃശ്യം 3 സിനിമ തുടങ്ങി കുറച്ച് നിമിഷങ്ങളിൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങൾ, ഓരോ കഥാപാത്രത്തിൻ്റെയും ഒരു ചെറിയ ഇടപെടൽ പോലും വലിയ മാറ്റമാണ് ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതെന്ന് നമ്മൾ ദൃശ്യത്തിൽ കണ്ടതാണ്. ചായക്കടക്കാരനും ബസ് കണ്ടക്ടറും ഹോട്ടൽ മുതലാളിയും ലോഡ്ജിലെ ജീവനക്കാരനും അടക്കം വന്നുപോകുന്ന ഓരോ കഥാപാത്രവും അത്തരത്തിൽ സിനിമയുടെ കഥാഗതിയിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ദൃശ്യം 3യിലേക്ക് വരുമ്പോൾ മുൻ ചിത്രങ്ങളുടെ തുടർച്ചയെന്നോണം ഓരോ കഥാപാത്രവും അവരുടെ ചെയ്തികളും തങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന ചിന്ത അവരെ വേട്ടയാടുന്നുണ്ട്. പലരും അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. പലർക്കും പല ചെയ്തികളും തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. അത്തരത്തിൽ ഓരോ കഥാപാത്രത്തിൻ്റെയും മാനസിക വൈകാരിക തലങ്ങൾക്കാണ് ദൃശ്യം 3 പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഭൂതകാലം തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നുവെന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ അയാൾ വീണ്ടും തൻ്റെ കുടുംബം സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ആ 4ാം ക്ലാസ്സുകാരൻ തൻ്റെ വാക്കുപാലിച്ചു. മോഹൻലാലിൻ്റെ സൂക്ഷ്മമായ അഭിനയ മുഹൂർത്തങ്ങൾ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ജോർജ് കുട്ടിയുടെ എല്ലാ വൈകാരിക തലങ്ങളും മോഹൻലാൽ എന്ന നടനിൽ ഭദ്രമായിരുന്നു. ഭയം എന്ന വികാരത്തെ ഒരു നോട്ടം കൊണ്ടും ഞെട്ടലുകൾ കൊണ്ടും അദ്ദേഹം ഗംഭീരമാക്കുന്നു. നിസ്സഹായത, സ്നേഹം, കരുണ, ക്രൗര്യം തുടങ്ങി എല്ലാം അയാളിൽ വന്നുപോകുന്നു. എന്നിരുന്നാലും പലപ്പോഴും റിയലിസ്റ്റിക് അല്ലാത്ത പല കാര്യങ്ങൾ കൊണ്ടും സിനിമ മുന്നോട്ടു പോകുമ്പോൾ വളരെ മടുപ്പിക്കുന്നതായി തോന്നുന്നുണ്ട്. മോഹൻലാലിൻ്റെ പ്രകടനം മാറ്റി നിർത്തിയാൽ ഫ്രാഞ്ചൈസിയുടെ തുടർച്ചയ്ക്കായി ഒരുക്കിയൊരു ഇടത്തരമായ ഒരു ചിത്രമെന്നും ദൃശ്യം 3യെ വിശേഷിപ്പിക്കാം. ഗംഭീരമായ തിരക്കഥ കൊണ്ടും അതിൻ്റെ എക്സിക്യൂഷൻ കൊണ്ടും ഞെട്ടിച്ച സിനിമയാണ് ദൃശ്യം. എന്നാൽ അലസമായ എഴുത്തുകൊണ്ടും തൻ്റെ തന്നെ സ്ഥിരം ശൈലിയുടെ ആവർത്തനം കൊണ്ടും ഗംഭീരമാവേണ്ടിയിരുന്ന ദൃശ്യം 3യിൽ അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമാവാം വരും ദിവസങ്ങളിൽ ആരാധകർക്ക് ആഘോഷിക്കാനായി അവശേഷിക്കാൻ പോകുന്നത്.